الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي المنان. وما توفيقي إلا بالله عليه توكلت وإليه منيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. نحن قدرنا بينكم الموت وما نحن بمسبوقين. صدق الله العلي العظيم. وقال النبي صلى الله عليه وسلم أكثروا ذكر هادم اللذات سيدنا رسول الله. الموت باب وكل الناس داخله يا ليت شعري بعد الموت ما الدار. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ബഹുമാനവും ആദരവും നിറഞ്ഞ ഇവിടുത്തെ മുദർരിസ് ഉസ്താദ്, മറ്റുള്ള ഉസ്താദുമാർ, മുതഅല്ലിമീങ്ങൾ, സഹോദര സഹോദരികൾ, സ്നേഹനിധികളായ മക്കൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മജ്ലിസിൽ അവൻ പൊരുത്തപ്പെട്ട മഖ്ബൂലായ മജ്ലിസിന്റെ കൂട്ടത്തിൽ അല്ലാഹു ആക്കി തീർക്കുമാറാകട്ടെ. ഈ മജ്ലിസിലുള്ള എല്ലാ ഓരോരുത്തരുടെയും ശാരീരിക മാനസികമായ എല്ലാ രോഗങ്ങളും അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. ദീർഘകാലം അവന്റെ താഅത്തിലായി ജീവിച്ചിട്ട് മരിക്കുമ്പോൾ ഈമാനോട് കൂടെയുള്ള മരണം അല്ലാഹു നൽകുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരിച്ചുപോയ ആരെല്ലാമുള്ള ആ ഖബർ അല്ലാഹു വിശാലമാക്കുമാറാകട്ടെ. ഈ സംഭ്രമത്തിന്, ഈ സ്വലാത്ത് മജ്ലിസിന് സഹായിച്ച, സഹകരിച്ച റായത്തിലുള്ള, ഗൾഫിലുള്ള എല്ലാ ഓരോരുത്തർക്കും അർഹിക്കുന്ന വിധത്തിലുള്ള പ്രതിഫലം അല്ലാഹു നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, ആമുഖം ചൊല്ലാണ്ട് വിഷയത്തിന് നടക്കണം. തിങ്ങൾക്കൊക്കെ നടക്കണങ്ങനത്തെ മഹത്തായ സ്വലാത്ത് മജ്ലിസ് അഥവാ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മജ്ലിസായിട്ട് സ്വലാത്ത് എല്ലാത്തും ഒരു രക്ഷയായിട്ട് ദുനിയാവിലും ആഖിറത്തിലും സലാമത്ത് വേണ. സലാത്ത് യാറാക്കൂ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ. സ്വലാത്ത് എത്ര നിങ്ങൾ യാറാക്കിയമാ അത്രയും നിങ്ങൾ കൊണുണ്ട്. ഒരു സ്വലാത്ത് ചൊന്നെങ്കിൽ 10 കൊണം അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തന്നു. അതുകൊണ്ട് സ്വലാത്തിലെ മജ്ലിസ് അത് വലിയൊരു ഇബാദത്തിലെ മജ്ലിസായിട്ട് ദുനിയാവിൽ
വെറുതെ കിട്ടങ്ങനത്തെ ഒരു പ്രതിഫലമുണ്ടെങ്കിൽ അത് സ്വലാത്ത് ചൊല്ലൽ കൊണ്ടായിട്ട് എങ്ങനെ ചൊന്നെങ്കിലും സ്വലാത്ത് ചൊല്ലലോട് കൂടെ അതിന്റെ പ്രതിഫലം റബ്ബ് സുബ്ഹാനഹു വ തആല തന്നു. മുഅ്മിനീങ്ങളെ, ഞങ്ങൾ ഈ ദുനിയാവില് ജീവിതം ഞങ്ങളത് ശാശ്വതം അല്ല. ഉണ്ടല്ലെങ്കിൽ നാളെ ഞങ്ങളെ മരണം ഹക്കായിട്ട് കിട്ടും. കണ്ടില്ലേ, ഞങ്ങൾ എല്ലാവരും സ്നേഹിച്ചങ്ങനത്തെ ഞങ്ങളെല്ലാമെല്ലാമായ ബഹുമാനപ്പെട്ട സയ്യിദ് ഖുറത്തു സാദാത്ത് കൂറത്തങ്ങൾ ഞങ്ങളിൽ നിന്ന് വിടവാങ്ങി അള്ളാഹുവിടത്തെ ദർജ അള്ളാഹു ഉയർത്തി കൊടുക്കട്ടെ. ഹിന്ദു മുസ്ലിം ഉണ്ടുള്ള ലോകത്തിലുള്ള എല്ലാവരും പിരിച്ചു വെച്ച ഒരു വ്യക്തിയായിട്ട്, ഒരുപാട് മഹല്ലിലെ ഖാദിയായിട്ട്, അത് മാത്രമല്ല എന്തൊരു വിഷയമുണ്ടെങ്കിലും ഞങ്ങളെ ആവശ്യങ്ങൾ പോയിട്ട് ചൊന്നെങ്കിൽ ഞങ്ങൾക്ക് നിറവേറ്റി തന്നെങ്ങനത്തെ സമാധാനപ്പെടുത്തി തന്നെ അങ്ങനത്തെ ഒരു വ്യക്തിയായിട്ട് ഇനി അങ്ങനത്തെ ഒരു വ്യക്തി കാണുക സാധ്യമല്ല. ഈ രീതിയിൽ മുളപ്പിക്കുവാനൊരു മണ്ണിനും കഴിവില്ലടോ പ്രസവിക്കുവാനൊരു പെണ്ണിനും ചെന്നവല്ല. ഒരാളെ കണ്ടുപിടിക്കണ പിന്നൊരാൾ പറഞ്ഞു സാധ്യമല്ല. മഹാനായ താജുൽ ഉലമാ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് ഈ ലോകത്തെ മൺമറഞ്ഞെങ്കിൽ അങ്ങനത്തെ ഒരു താജുൽ ഉലമാ ഇനി ലോകത്തിലില്ല. മഹാനായ ബേക്കൽ ഉസ്താദിനെ കണ്ടുപിടിക്കുന്ന ഒരു ബേക്കൽ ഉസ്താദില്ല. എം.എ. ഉസ്താദിനെ കണ്ടുപിടിക്കുന്ന ഒരു എം.എ. ഉസ്താദി ഇനിയില്ല. അങ്ങനെ ബഹുമാനപ്പെട്ട ഖുറത്തു സാദാത്ത് കൂറത്തങ്ങളെ കണ്ടുപിടിക്കുന്ന ഒരു തങ്ങ ഇനി പറയാൻ സാധ്യമാണ്. എങ്കിലും നമുക്ക് സമാധാന ഞങ്ങളെ കർണാടക സ്റ്റേറ്റിലെ കൂറത്തിലെ മറപ്പെട്ട് കിടക്കുന്നത് കൊണ്ട് അവിടെ മക്ബറായത് കൊണ്ട് നമുക്ക് സമാധാന, ഒരു ശാന്തി. ആ മഹാന്റെ പേരിൽ ഒരു ഫാത്തിഹ ഓതുമ്പോ ആ മഹാൻ അത് അറിഞ്ഞിട്ട് ആമീൻ ചൊന്നെങ്കിൽ ഞങ്ങൾ രക്ഷപ്പെട്ടു. അതുകൊണ്ട് മോമിനീങ്ങളെ, മരണം ഹക്കായിട്ട് കിടി. എപ്പോ മരണ, ഏത് സമയത്ത് മരണാണ് ചൊല്ലുക. മഹാനായ സയ്യിദുനാ ഖുറത്തു സാദാത്ത് കൂറത്തങ്ങൾ സുബഹി നിസ്കരിച്ചിട്ട് പെഞ്ഞായി മക്കളെ വിളിച്ചിട്ട്, മക്കളെ നാണ് മുഹീദ്ദീൻ ശൈഖിനെ വിട്ട പോണ്ടേ, ബഗ്ദാദിക്ക് പോണ്ടേ, ചൊല്ലിട്ടു ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലലോട് കൂടെ ഈ ലോകത്തെ വിട വാങ്ങിച്ചു. മുഅ്മിനീങ്ങളെ, ഉള്ളാളത്ത് എല്ലാം തയ്യാറായിട്ട് നിൽക്കാറ്. ശങ്കുസ്ഥാപനത്തിന് ശിലാന്യാസത്ത് കാത്തിക്കുമ്പോ സുബൈക്ക് വിളിച്ചിരുന്ന പണ്ട് ഇൻഷാ അല്ലാഹ്. പക്ഷേ മാനവരുടെ വാർത്ത കേട്ട ആർക്കും വിശ്വാസമായിട്ടില്ല. മരിച്ചിരുന്ന് ചൊല്ലും ആർക്കും വിശ്വാസമായില്ല. അതിരെ മുന്നോട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, ഇതേ ഭാഗത്ത് വഅദ് പറഞ്ഞിട്ട് ഉപദേശം നൽകിയത് മരണത്തെ വിഷയം ചൊന്നു കൊടുത്തോടൂ. സുബ്ഹാനല്ലാഹ്, ആ മഹാനിന്റെ ഞങ്ങളെ വിട വാങ്ങിയത് അല്ലാഹു ആ മഹാന്റെ ദർജ അല്ലാഹു ഉയർത്തി കൊടുക്കട്ടെ. മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് ആ മഹാന്റെ നിങ്ങൾ ആരും മറക്കണ്ട. ആ മഹാന്റെ അനുസ്മരണം ഇൻഷാ അല്ലാഹ് വിജൃംഭണമായിട്ട് കുപ്പട്ടിയിൽ നടത്തുകൊണ്ടു. ഇണ്ടാ ഭാഗത്ത് അനുസ്മരണ ഇൻഷാ അല്ലാഹ് നമ്മൾ ആക്കൊണ്ടു. ಅದಕ್ಕೆ ಎಲ್ಲರೂ ಸಹಕರಿಕರು, ಸಹಾಯಕರು, ಎಲ್ಲರೂ ಆ ಮಜ್ಲಿಸಿಲ್ ಕೂಡರು. ಸಹೋದರಗಳೇ, ಅಲ್ಲಾಹು ತೌಫೀಕ್ നൽകട്ടെ. നഹ്നു ഖദ്ദർനാ ബൈനകുമുൽ മൗത്ത് വമാ നഹ്നു ബിമസ്ബൂഖീൻ. അല്ലാഹു ഖുർആനിൽ ചൊല്ലുന്നില്ലേ, മരണം നാം കണക്കാക്കിയേ, ആ മരണത്തെ മുൻകെടുക്കുക ആർക്കും സാധ്യമല്ല. മരണം കണക്കാക്കിയതിൽ പിന്നെ ആ മരണത്തെ തപ്പാട്ടുക ആർക്കും സാധ്യമല്ല. ومن نزلت بساعته المنايا فلا أرض تقي ولا سماء. മരണം ഹാദിറായാൽ പിന്നെ ആർക്കും അതിനെ തടസ്സാക്കുക സാധ്യമല്ല.
ഏത് വ്യക്തിക്കും ആ മരണത്തെ തടയുക സാധ്യമല്ല. പടച്ച റബ്ബ് കണക്ക് കൂട്ടിയെങ്കിൽ ഇദാ ജാ അജലുഹാ ഫലാ യസ്തഖിറൂന സാഅതൻ വലാ യസ്തഖ്ദിമൂൻ. മരണത്തെ സമയമായി പോയെങ്കിൽ അതിനെ മുന്നലോ പിറവാക്കും ആർക്കും സാധ്യമല്ല. മുഅ്മിനീങ്ങളെ ഈ മജ്ലിസിലുള്ള 10 വയസ്സരങ്ങളുള്ള 7 വയസ്സരങ്ങളുള്ള 60 വയസ്സരങ്ങളുള്ള 90 വയസ്സരങ്ങളുള്ള 60 വയസ്സോണ് വിചാരിക്കേണ്ട എന്നാണ്. ഇനിയും 10 വർഷം 10 വർഷത്തോട് വിചാരിക്കേണ്ട എന്നാണ്. ഇനിയും ബാപ്പടത്തരമേ 70 വർഷം ജീവിക്കുവേണ്ടുള്ളൊരു വിഷയം വേണ്ട. കാരണം അള്ളാഹുവിന്റെ അവധി പടച്ച റബ്ബുടെ കണക്ക് നമുക്ക് പിടിയില്ല. എപ്പ മരിക്കുക എപ്പ മരണം പണ്ട് കണ്ടിട്ടുള്ളത് അത് പിടിയില്ലാത്തൊരു വിഷയമായിട്ട്. അതുകൊണ്ട് മരിക്കലേക്ക് മുന്നോളൂ. നങ്ങ മരണത്തിന് വേണ്ടി റെഡിയാവണോ. നല്ല നല്ല പ്രവർത്തനം ചെയ്യണോ. നല്ല നല്ല വിഷയത്തിൽ മാത്രം പ്രവർത്തനം നടത്തണോ. അൽഹംദുലില്ലാഹ് കുപ്പട്ടിയില് ഈ മുത്തഅല്ലിമീങ്ങളെ കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷം. അല്ലാഹു ഈ ദർസ് ഖിയാമം വരേക്കും അല്ലാഹു നിലനിർത്തട്ടെ. ഈ മുത്തഅല്ലിമീങ്ങൾക്ക് ചോറ് കൊടുക്കടങ്ങ, ഈ മുത്തഅല്ലിമീങ്ങൾക്ക് സഹായിക്കടങ്ങ ആറുള്ളാറ. അതിലെ പ്രതിഫലം പടച്ച റബ്ബ് നൽകുമാറാകട്ടെ. മുഅ്മിനീങ്ങളെ ഒരു ദർസ് ചെന്നെങ്കിൽ ഇപ്പൊ എല്ലാ ഭാഗത്തും ദർസ് പൊളിഞ്ഞോണ്ടുണ്ടോ. ദർസ് ഇല്ല കൂടെ കണ്ടപ്പോ മുത്തഅല്ലിമീങ്ങളെ ആ സുന്ദരമായ മുത്തഅല്ലിമീങ്ങളെ കാണുമ്പോ എന്റെ മുഅ്മിനീങ്ങളെ വല്ലാത്തൊരു ഖുശി, വല്ലാത്തൊരു സന്തോഷം. ഈ ദർസ് തുടങ്ങിയതെന്നെ മദീനത്തല്ലേ. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലേ. ആ മദീനയിൽ തുടങ്ങിയ ദർസ് എല്ലാ പള്ളിയിലും എല്ലാ ഭാഗത്തും ദർസ് നടന്നുകൊണ്ട് വേണോ. മുത്തഅല്ലിമീങ്ങൾ നിങ്ങൾ എത്ര സഹായിച്ചാറാ, ഇൽമുക എത്ര നിങ്ങൾ സഹായിച്ചാറാ അത്രയും പ്രതിഫലം റബ്ബ് തണ്ട. ഇൽമുകളുള്ള സഹായത്തെ പ്രതിഫലം മൻസലക തരീഖൻ യൽതമിസു ഫീ ഇൽമ സഹലല്ലാഹു ബിഹി തരീഖൻ ഇലൽ ജന്ന. ഹബീബുനാ റസൂലുള്ളാഹി. ഇൽമുക്ക് വേണ്ടിയിട്ട് ആരെങ്കിലും ഒരാൾ പ്രവേശിച്ചെങ്കിൽ ഇൽമുക്ക് സഹായിക്കകോ, ഇൽമു പഠിക്കകോ, ഇൽമുക്ക് വേണ്ടി പ്രവർത്തിക്കകോ, ദർസിന് വേണ്ടിയുള്ള പ്രവർത്തനാക്കകോ ആറാത്തിയുള്ളു പ്രവേശിച്ചാറാ. അല്ലാഹുവിന്റെ റസൂൽ ചൊന്തു സഹലല്ലാഹു ബിഹി തരീഖൻ ഇലൽ ജന്ന. സ്വർഗ്ഗത്തിലെ തെരു എളുപ്പം മുഹമ്മദുർ റസൂലുള്ളാഹ്. ഗ്രീൻ ചാനൽ കൂടി നിങ്ങൾ സ്വർഗത്തിൽ കടക്കാം എന്റെ മോമിനീങ്ങളെ. അൽഹംദുലില്ലാഹ് കുപ്പട്ടിയിൽ നല്ല സുന്ദരമായ പള്ളി, നല്ല ചന്തത്തെ പള്ളി. പടച്ച റബ്ബുടെ പള്ളി എത്ര ചന്താക്കിയെന്നും റബ്ബുക്ക് എന്തൊരു ഖുശിയല്ലേ. ഞങ്ങളെ ഔത്രകാലം ഞങ്ങളെ എല്ലാത്രകാലം സ്നേഹിക്കേണ്ടത് പള്ളിയല്ലേ. ലോകത്തിൽ വെച്ച് ഏറ്റവും നല്ലൊരു പക്ക ഉണ്ടെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലില്ലേ വഖൈറുൽ ബിഖായി മസാജിദുഹാ. ഏറ്റവും നല്ലൊരു പക്ക അത് അല്ലാഹുവിന്റെ പള്ളിയാണ്, അല്ലാഹുവിന്റെ പള്ളി. കാരണം ഞങ്ങൾക്ക് എന്തെങ്കിലും ബേജാറ് വരുമ്പോ, വിഷമം വരുമ്പോ, കഷ്ടം വരുമ്പോ, നഷ്ടം വരുമ്പോ ഞങ്ങൾ എവിടെ കള്ള പോണ്ടമാ ആ പോണ്ടേക്ക് മുന്നോളൂ. റബ്ബുടെ കോടതിയാകുന്ന പള്ളിയിൽ വന്നൊരു ജനറക്കായത്ത് നിസ്കരിച്ചിട്ട് പടച്ച റബ്ബിനോട് ചൊന്നിട്ട് പോയെങ്കിൽ അതവണക്ക് നഷ്ടമില്ലാത്ത കച്ചവടായിട്ട് നിങ്ങളെ അതവണക്ക് അല്ലാഹു അപ്പ തന്നെ പ്രതിഫലം കൊടുക്കേണ്ട വിഷയമായിട്ട് കിട്. ഞങ്ങൾക്കൊരു രോഗമുണ്ട്, ഞങ്ങൾക്ക് വല്ലാത്ത രോഗം പടച്ച റബ്ബ് ശിഫയാക്കി തരട്ടെ. കിടത്തത്തിലാകെ രോഗത്തിലൊത്തോട്ട് ഞങ്ങളെയും ഞങ്ങളെ മക്കളെയും പെഞ്ഞായി മക്കളെയും ലോകാക്കട്ടെ. മുഅ്മിനീങ്ങളെ രോഗമുള്ളവർ എത്ര ഉള്ളാൽ നാണും ഒരു രോഗമുള്ളവനെ ആയിട്ട് പടച്ച റബ്ബ് മഹാന്മാരെ ബർക്കത്ത് കൊണ്ട്, തങ്ങന്മാരെ ബർക്കത്ത് കൊണ്ട്
നിന്റെ രോഗം അല്ലാഹു ശിഫയാക്കി തന്ന മരുന്ന് കാരണം മാത്ര മറന്ന് കാരണം മാത്ര ശിഫ അല്ലാഹുടെ വക്കൽ നിന്നായിട്ട് അപ്പൊ റബ്ബുടൊട്ടു നിങ്ങൾ തേടണു ഞങ്ങളെ രോഗം ശിഫയാവൂ ഞങ്ങളെ വിഷമം തീരകൂ ഞങ്ങളെ കഷ്ടം തീരകൂ ഞങ്ങളെ നഷ്ടത്തിന് പരിഹാരം തന്റെ റബ്ബായിട്ട് ആ റബ്ബുടൊട്ടു തേടുമ്പോ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തവസ്സുലാക്കിയിട്ട് അമ്പിയാക്കൾ ഔലിയാക്കൾ സ്വാലിഹീങ്ങൾ സാദാത്തുക്കളെ തവസ്സുലാക്കിയിട്ട് നിങ്ങൾ കേൾക്കുമ്പോ അല്ലാഹു വല്ലാത്ത ഖുശിയാവും അല്ലാഹുടെ കേൾക്കുമയ്യാവ അല്ലാഹുടെ കേൾക്കുമ്പോ توسلنا ببسم الله وبالهادي رسول الله وكل مجاهد لله واهل البدر يا الله صلاة الله لا رسول الله صلاة الله سلام الله على ياسين حبيب الله അല്ലാഹുവിനെ കൊണ്ട് തവസ്സുലാക്കിയിട്ട് ബദ്രീങ്ങളെ തവസ്സുലാക്കിയിട്ട് അല്ലാഹുവിന്റെ റസൂലിനെ തവസ്സുലാക്കിയിട്ട് അമ്പിയാക്കൾ ഔലിയാക്കൾ അതുപോലെ സ്വലാത്തിനെ മജ്ലിസിൽ വെച്ചിട്ട് സ്വലാത്ത് ചെന്നിട്ടു ദിക്ർ ചെന്നിട്ട് റബ്ബുറൊട്ടു കേൾക്കുമ്പോ ആ റബ്ബുക്ക് എന്തൊരു ഖുശിയാവിടൂ നിന്റെ അടിമേ നിന്റെ പിരിച്ചപ്പെട്ട മഹബൂബായ ഹബീബുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹ് അല്ലാഹുവിന്റെ റസൂലിനെ പിടിച്ചിട്ട് സദാത്തിങ്ങളെ പിടിച്ചിട്ട് ബദ്രീങ്ങളെ പിടിച്ചിട്ട് അങ്ങ് കേൾക്കാറല്ലേ റബ്ബുക്ക് ഖുശിയായിട്ട് റബ്ബദാ ഉത്തരം തണ്ട ഞങ്ങളെ രോഗം പെട്ടെന്ന് ശിഫയാവിടൂ ഈ സ്വലാത്തിനെ മജ്‌ലിസ് കൊണ്ട് എത്ര രോഗമാണ് അല്ലാഹു ശിഫയാക്കിയത് എത്ര കഷ്ടത്തിന് പരിഹാരം അല്ലാഹു നൽകിയത് അതുകൊണ്ട് മുഅ്മിനീങ്ങളെ സ്വലാത്ത് പറയുമ്പോ ദുനിയാവിടെ മാത്രം കരുതണ്ട ആഖിറത്തെ പ്രത്യേകം കരുതുമ്പോ ദുനിയാവ് പടച്ച റബ്ബ് തണ്ട ദുനിയാവിടെ പിടിക്കൽ എന്തിനേക്ക് ആഖിറത്തിന് വേണ്ടിയിട്ടായിട്ടിരിക്കുന്നു വെറും ദുനിയാ ചെന്ന് നടക്കണ്ട ദുനിയാണ്ട് പിടിക്കണ്ട ദുനിയാവിടെ പിടിക്കലോട് കൂടെ ആഖിറത്തോട്ടുള്ള ബന്ധം വേണം ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ഏറ്റവും അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ അക്സറു ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടുതൽ ദുആ റബ്ബന ആതിനാ ഫിദ് ദുനിയ ഹസന ചെറിയ വിഷയമൊന്നുമല്ല ആ ദുആ വലിയ ഫായിദയുള്ള ദുആ അർത്ഥവത്തായ ദുആ ദുനിയാവും ആഖിറവും വേണം റബ്ബന നന്റെ അല്ലാഹ് ആതിനാ നക്ക് തരണോ അല്ലാഹ് ഫിദ് ദുനിയ ഈ ദുനിയാവിൽ ഹസന നല്ല ഇൽമു തരണോ അല്ലാഹ് നല്ലൊരു പെഞ്ഞായിരെ തരണോ അല്ലാഹ് നല്ലൊരു മക്കളെ തരണോ അല്ലാഹ് നല്ലൊരു കച്ചവടം തരണോ അല്ലാഹ് ഹസനത്തിൽ എല്ലാം പെട്ട് ഹസന ജൽമ നല്ലത് ജൽമ എല്ലാം പെട്ട് നല്ലൊരു കിടാവിടെ തരണോ അല്ലാഹ് നല്ലൊരു അവ വേണോ അല്ലാഹ് നല്ലൊരു കച്ചവടം വേണോ അല്ലാഹ് നല്ലൊരു ബിസിനസ് വേണോ അല്ലാഹ് നല്ലൊരു ഇൽമു പഠിച്ച ഒരു മുതല്ലിമാവണോ അല്ലാഹ് ഹസനത്ത് ചൊല്ലുമ്പോ നിന്റെ മനസ്സിൽ എല്ലാം ഉദിക്കും ദുനിയാവ് മാത്രമല്ല പഠിച്ചവനെ 2 സൂപ്പർ മാർക്കറ്റ് തരണോ അപ്പൊ 5 കൊടുത്തേ നക്ക് അവസാനം പോകും 5 തരണോ അങ്ങനെ തുറക്കും അല്ലാഹു തആല വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ ഖുദാ കോ പകടോ അല്ലാഹ് ദിയേഗാ അല്ലാഹുവെ പിടിച്ചെങ്കിൽ പഠിച്ചോ റബ്ബ് തണ്ട അല്ലാഹു തഖ്വ വേണോ ഇബാദത്ത് വേണോ ഇബാദത്തില്ലാണ്ട് എത്രേ നീ കേട്ടെ ഒരു ഫായിദയില്ല വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ തഖ്വ വേണം 5 വക്ത് നിസ്കാരാണ് ഏറ്റവും വലിയ തഖ്വ 5 വക്ത് നമാസ് കട്ടി പകർന്ന 5 വക്ത് നിസ്കാരം അത് ഒരിക്കലും ഒഴിവാകാത്ത വിഷയമായിട്ട് ആ നിസ്കാരത്തിൽ എല്ലാം ഉണ്ട് അമ്പിയാക്കന്മാരായിട്ടുള്ള ബന്ധമുണ്ട് സ്വാലിഹീങ്ങളായിട്ടുള്ള ബന്ധമുണ്ട്
ദുനിയാവും ആഖിറവും അതിലുണ്ട്. നിസ്കാരം നിങ്ങൾ നിലനിർത്തൂ. നിങ്ങൾ എല്ലാ ബടക്കത്തരത്തിലെ തടയിടത്, നിങ്ങൾ എല്ലാ വിഷയത്തെയും ബടക്കത്തരത്തിൽ തടയിടായിട്ട് നിങ്ങൾ സിഹിർ പോലും തടഞ്ഞു. നിസ്കാര കരറ്റുണ്ടെങ്കിൽ നിസ്കാര കരറ്റുണ്ട് ആഫിയത്ത് അല്ലാഹു തന്റെ ആരോഗ്യം തണ്ട എല്ലാം പഠിച്ച റബ്ബ് തണ്ട നല്ല നല്ല തെളിവ് കാട്ടി തന്റെ പഠിച്ചോണു. സുബഹി നിസ്കരിച്ചിട്ട് നിങ്ങൾ മൻ സല്ല സുബ്ഹ ഫഹുവ ഫീ ദിമ്മത്തില്ലാഹ്, സുബഹി നമാസ് പഠോത്തു അല്ലാഹ് കാ ഹത്ത് മേ ഹേ. നീ സുബഹി നിസ്കരി, നീ അല്ലാഹുവിന്റെ കയ്യിലായി പോയ. സുബഹി നിസ്കരിക്കാണ്ട് സൂര്യൻ ഉദിക്കുന്നത് വരെ നീ ഉറങ്ങിയ നീ ശൈത്താൻ കാ ഹത്ത് മേ, നീ ശൈത്താന്റെ കയ്യിലായ. സുബഹി നിസ്കരിച്ചിട്ട് നിന്റെ ഉദ്ദേശത്തോടൊക്കെ നീ പോയ, സുബഹി നിസ്കരിച്ചിട്ട് നിന്റെ പരിപാടിയോടൊക്കെ പോയ, നിന്റെ പെണ്ണുക്ക് ഒരു പുതിയാപ്പിളതയോടൊക്കെ പോയ, ഒരു കച്ചവടം തേടിയോണ്ട് പോയ, ഒരു വിസ തേടിയോണ്ട് പോയ, സുബഹി നിസ്കരിക്കാണ് സൂര്യൻ ഉദിക്കലോ ഇറങ്ങിച്ച് പിന്നെ നീ പോയ ശൈത്താൻ നിന്റെ കൊടുക്കൂടാ. നിന്റെ വിസയും ഇല്ല, നിന്റെ പാസ്പോർട്ടും ഇല്ല, നിന്റെ പൈസ. അപ്പോ സുബഹി നിസ്കാരമുള്ളത് അത് അള്ളാഹുവിന്റെ കയ്യിലാക്കുന്ന നിസ്കാരമായിട്ട്. പിന്നെ സുബഹി നിസ്കരിച്ച് ഉറങ്ങാൻ. ലാ തനാമു ബഅദ സുബ്ഹ് ഫഇന്നാ തൻഖസിമുൽ അർസാഖ്. സുബഹി നമാസ് പഠ के सोना नहीं. ഏയ് ഉറങ്ങൂ തീറ. എന്താക്കണോ? ദിക്റും സ്വലാത്തും തസ്ബീഹും ഒരുപാട് ഇബാദത്തിലായിട്ട് നേരം പോക്കും. അങ്ങനെ ഇബാദത്തിലായി നേരം പോക്കിട്ട് പിന്നെ നിന്റെ ആവശ്യത്തിന് നീ പോകുമ്പോ പടച്ച റബ്ബ് നിന്റെ ഉദ്ദേശം പടച്ച റബ്ബ് ഹാസിലാക്കി തണ്ട. പള്ളിമുട്ട ഉണ്ടാ. അസ്സലാത്തു ഖൈറും മിനൻ നൗം. നീന്ത് അച്ഛാ നഹിയേ നമാസ് അച്ഛാ ഹേ. വർക്ക് നല്ലല്ല, നിസ്കാരം നല്ല. വിളിക്കുമ്പോ നിന്റെ ഔത്തിരി വേഗം എനിക്കൊരു പള്ളി കോലി. പള്ളിയില് ആ ഉസ്താദിനോട്ടേക്ക് സുബഹി നിസ്കരിച്ചിട്ട് ആ സുബഹിക്കുള്ള കുനൂത്ത് നിങ്ങൾ കൂടി ഉണ്ടാ. അത്തബത്തായ കുനൂത്തല്ലേ. ആ ഉസ്താദ് അതാ കൈ ഉയർത്തിട്ട് അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈത് വആഫിനി ഫീമൻ ആഫൈത് വതവല്ലനി ഫീമൻ തവല്ലൈത് وبارك لي فيما اعطيت. അർത്ഥ ഗുന്തുന്നോ ഗുന്തിക്ക് പണ്ട് മദ്രസയിൽ നിങ്ങൾ പഠിച്ചില്ല അർത്ഥ. അത് എവിടെ പോയിടാന്ന്. മദ്രസയിൽ എത്ര ഇൽമ നിങ്ങൾ പഠിച്ചറാ. ശൈശവകാലമിലുള്ളൊരു ശീലം മറക്കുമോ മനുഷ്യനുള്ളൊരു കാലം. പണ്ട് കേട്ടില്ലേ? പണ്ടത്തെ മദ്രസ പാടത്തിൽ തിന്തത് ചെറിയക്കുമ്പോ പഠിച്ചെങ്കിൽ അത് നല്ലൊരു പഠിപ്പായിട്ട്. ആ പഠിച്ചത് ചിലപ്പോ മറക്കും. വലിയയിൽ എത്രയേ ഞങ്ങൾ പഠിച്ച തന്നിലെന്തേ പോലെ, ചെറിയയിൽ പഠിച്ചെങ്കിൽ കല്ലിലെന്തേ പോലെ ഗട്ടിയത് നിൽക്കുന്നത്. ശൈശവകാലമുള്ളൊരു ഞങ്ങൾ ശൈശവകാലത്തുള്ള സ്വഭാവം അത് പോകാത്ത സ്വഭാവമായിട്ട്. ഞങ്ങൾ ചെറിയക്കുമ്പോ എന്തൊരു സ്വഭാവം ഞങ്ങൾ ആ സ്വഭാവം വലിയാമത്തും മണ്ടു. അള്ളാഹു ഞങ്ങളെ കാക്കുമാരാകട്ടെ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ സുബഹിക്ക് ആ നിസ്കാരത്തിൽ ഓതുരങ്ങന്റെ ഖുനൂത്ത് അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈത്. നീ ആരെല്ലാം നേർവഴിയിലാക്കിയ പടച്ചവനെ അങ്ങനെ കൂട്ടത്തിൽ നന്റെയും പാപിയായ നന്റെയും നീ നേർവഴിയിലാക്കല്ലാ. വഅഫിനി ഫീമൻ അഫൈത. നീ ആർക്കെല്ലാം ആഫിയത്ത് കൊടുത്തിര പടച്ചവനെ അങ്ങനെ കൂട്ടത്തിൽ നന്റെ നീ ആഫിയത്തിലാക്കല്ലാ. വേറെ ദുആ വേണം. എന്തൊരു ദുആ. സുബഹി നിസ്കരിച്ചിട്ട് അല്ലാഹുവിനോട് കേട്ട് അല്ലാഹ് തരാൻ ടിക്കുവാണ്. കേൾക്കുമ്പോ മാത്രം നല്ല മനസ്സ്, നല്ല ഇഖ്ലാസിലെ മനസ്സ്, ഉസ്താദിനെ പറഞ്ഞ മനസ്സല്ല, മഹാന്മാരെ സാദാത്തുക്കളെ കുറ്റം പറഞ്ഞ മനസ്സല്ല, നല്ല ശുദ്ധിയായ മനസ്സ്, ഇഖ്ലാസുള്ള മനസ്സ്, അവിടെ ഉമ്മടെയും മക്കളെയും ആദരിച്ച മനസ്സ്, എല്ലാവരും ബഹുമാനിക്കുന്ന മനസ്സ്. ഇങ്ങനെ നല്ലൊരു മനസ്സോടുകൂടെ ആമീൻ ആഫിനി ഫീമൻ ആഫൈത വതവല്ലനി ഫീമൻ തവല്ലൈത.
നീ ആരല്ല ഏറ്റെടുത്തര പടച്ചവനെ ഈ പാവിയായ നന്റെ നീ ഏറ്റെടുക്കണോ അല്ലാ. എന്തൊരു ദുആ, എത്ര നിഷ്കളങ്കമായ നല്ല നല്ല കാര്യപ്പെട്ട അർത്ഥത്തായ ദുആ ഉണ്ട്. ഞങ്ങ ആമി ആമി ഒക്കെയാൽ നിപ്പായിട്ട് മീനും മണിത്ത് കൊണ്ടുപോവാം. ബട്ടിയാൾ വെച്ച് റെഡി ആയിട്ടുള്ള ഉസ്താദ് ആഫിനി, എന്ത് ആഫിനി ഓന്റെ മണത്തിലെ ഇവിടെ മീൻ്റെ ഡക്കലുണ്ട്. അത് നീ ദക്കക്ക് പോകണ്ടേ, എന്തിക്ക് നീ കച്ചവടത്തിൽ എന്തിക്ക് പോകണ്ടേ? നിന്റെ മക്കളെ പയർ നോക്കുക മാത്രല്ല, നല്ല ഇബാദത്തുക്ക് ശക്തി വേണ്ടിട്ടുള്ള മനസ്സ് നിന്റെ വേണം പടച്ച റബ്ബേ. നക്ക് നീ സമ്പത്ത് തണ്ടതും തിന്നുന്നതും കുടിക്കുന്നതും എല്ലാം നിക്ക് ഇബാദത്തുള്ള ശക്തിയായിട്ടില്ല. നിന്റെ മക്കൾക്ക് മിഠായി കൊടുക്കുന്നതും, നിന്റെ മക്കൾക്ക് ചോക്ലേറ്റ് കൊടുക്കുന്നതും, നിന്റെ മക്കൾക്ക് ബിരിയാണി കൊടുക്കുന്നതും എല്ലാം ഒരു ഇബാദത്ത്. അല്ലാഹു ആ കൂടത്തിലാക്കി തീർക്കട്ടെ. ഞങ്ങൾ മക്കൾക്ക് ഞങ്ങ സ്വർത്ത് വരുമ്പത്തക്കോ ഒരു അങ്ങാടി പോണ്ടി 500 ರೂಪಾಯಿ ಚಕ್ಕುಲಿ ಬರ್ಲಿ ಆ ಜೋಕುಲ್ ಕೈಯೇ ತುಪ್ಪಣ ನಂಗೆ ಚೆಲ್ದೇವಾ ಒಂದಟ್ಟು ಫೋನಾಗ ಜೋಕುಲ್ ಬಿಡ್ಪೇರ ಮಕ್ಕ ಬಿಡ್ರ ಮಕ್ಕ ಕೈಯೇ ನೋಕಡೆ ಬಾ ಅದಕ್ಕೆ വേണു 5 ರೂಪಾಯಿ ചക്കുൽ താളപ്പ ബലാൽ മക്ക എന്ന് പറഞ്ഞു അത് ഇബാദത്താവാ. നല്ല സുന്ദരമായ സ്വാലിയായ മക്കൾ അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. നീ 5 രൂപയുടെ ചക്കുലി എടുക്കും, നിന്റെ മനസ്സിൽ വേണു അല്ലാ നിന്റെ മക്കളെ നീ സാലിയാക്കണം അല്ലാ. നിന്റെ മക്കൾ കൊണ്ടുപോണത്തെ ഈ റിസ്ക് പടച്ച റബ്ബേ ഒരു ബർക്കത്തുള്ള ഖൈറായ ഭക്ഷണാക്കണം അല്ലാ. ആ കൊണ്ടുപോയിട്ട് നിന്റെ മക്കളെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പിടിക്കൊരു മക്കളെ ചോക്ലേറ്റ് തിന്നൊരു മക്കളെ എന്ന് ചൊല്ലുമ്പോ ആ മക്ക ബിസ്മി ചെന്നിട്ട് തിന്നുമ്പോ നിന്റെ റിസ്ക് വിശാലമാവിടൂ. നിന്റെ കച്ചവടത്തിൽ വളർത്തി റബ്ബുൽ ലാഭം തണ്ട. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ ആ കൂട്ടത്തിൽ അല്ലാഹു നിങ്ങളെ ആക്കി തീർക്കട്ടെ. വഅഫിനി ഫീമൻ ആഫൈത വതവല്ലനി ഫീമൻ തവല്ലൈത വഖിനി ശർറ മാ ഖളൈത്. ദുനിയാവിൽ എന്തെല്ലാം ഷർറിൽ അല്ലാഹു നമുക്ക് ആക്കി വെച്ചത്, എവിടെല്ലാം നമുക്ക് കുടുങ്ങുകൊള്ള, ഏതെല്ലാം ഷർറ് നമുക്ക് കിട്ടുകൊണ്ട പോകുമ്പോ തെറുള്ള എന്തെല്ലാം ആപത്ത് വേണ്ട എല്ലാം നീ കാക്കണോ അല്ലോ. നീ വിധിച്ച് എന്ത് ഷർറുണ്ട എല്ലാം നീ കാക്കണോ റബ്ബേ. നീ തന്നതിൽ നക്ക് ബർക്കത്ത് ചെയ്യണോ അല്ലാ. നക്ക് നീ തോട്ട തന്നരേ, അവ തന്നരേ, കച്ചവടം തന്നരേ, അടക്കര ബിസിനസ് തന്നരേ, മീന്റെ കച്ചവടം തന്നരേ, അങ്ങാടി തന്നരേ, ഹോട്ടൽ തന്നരേ, നല്ല കൂലി സ്വത്തുക്ക് പോണ്ടേ, നല്ല മേസ്തിരി സ്വറാക്കട അല്ലാ. എല്ലാത്തിലും നീ ബർക്കത്ത് ചെയ്യണോ അല്ലാ. അങ്ങനത്തെ നല്ല മനസ്സ് വേണം. കൂലി സ്വത്ത് വേണം, കൂലി ആ നിലക്കുള്ള മനസ്സ് വേണം. കൂലി സ്വറാക്കിയുള്ള ബാബ നോക്കാം, മുഹമ്മദ് നോക്കാം 5 മാലികരാക്കിയിട്ടുള്ളൂ ഒർക്ക പൂണ്ട് പോയി അസൂയ. നീ കൂലി സ്വർത്താണ് നിന്റെ മനസ്സിൽ വേണത് അല്ലാ. നീ കാഫിയത്ത് നിന്നിട്ട് നാ മേസ്തിരി സ്വറാക്കേണ്ടില്ല അല്ലാ. പടച്ചറബ് ഇതിൽ നീ ബർക്കത്ത് ചെയ്യാവോ അല്ല. ബർക്കത്ത് തന്നെ അവന്റെ പോലത്തെ അവ കിട്ടുന്നത് ഇതെന്തില്ല നഞ്ചി. അപ്പുറത്തവന്റെ തോട്ട കാണുമ്പോ ഇപ്പുറത്തവന്റെ തോട്ടമാണ്. പഠിച്ചറബ് അവന്റെ തോട്ടത്തിൽ 50 തേങ്ങ മറുത്ത് 25 അതെന്തേ ഭാവ അവന്റെ ഈറ്റ് പോലത്തെ ഈറ്റിട്ടേ. പക്ഷെ ഈറ്റിട്ടേങ്ങളും നിന്റെ മനസ്സിൽ ഈറ്റ സമയല്ലപ്പാ. അവിടെ മനസ്സിലാക്കും, നിന്റെ മനസ്സിൽ ഈറ്റുണ്ടല്ലേ അത് അസൂയത്തെ ഈറ്റ്. ഒരാൾ നല്ല ആളാവുമ്പോ, ഒരാൾ നല്ല ഉയർന്നു പോകുമ്പോ, ഒരാൾ നല്ല തോട്ടാവുമ്പോ, ഒരാൾക്ക് നല്ല കൃഷിയാവുമ്പോ ആ കാണുമ്പോ നിന്റെ മനസ്സിൽ വേണു അല്ലാ ഇനിയും ഏറ്റി കൊടുക്കല്ലാ. ആ നല്ലൊരു ദുആ ഇന്ന് പടച്ച റബ്ബ് ഞങ്ങൾക്ക് യാറെ തന്നെ
ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും ഇൻ അദാബി ലശദീദ്. അല്ലാഹു ഖുർആനിൽ ചെന്ന് നക്ക ആറ് ശുക്ർ ആക്കടാറാ, നാ കൊടുത്ത നിഅമത്തിക്ക് ശുക്ർ ആറാക്കടാറാ, അവനുക്ക് യാർ ആര കൊടുക്കടേ. തെങ്ങന മർത്ത് പോകുമ്പോ മകന മർത്ത് പോകുമ്പോ ഇതെല്ലാം വെച്ചിട്ട് മൂന്നല്ലേ ഇങ്ങനെ ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തോട്ടത്തണ്ട ഞങ്ങളെ തെങ്ങിനെ മരത്തിൽ 50 തേങ്ങ കണ്ടപ്പോ ഞങ്ങൾ ദ്വാരക്കണം, അല്ലാഹ് ഈറ്റ ജല്ലല്ല അവിടെ നിന്റെ ഈ ഈറ്റുണ്ടല്ലോ, ഓക്കെ ഈറ്റല്ല ഓക്കെ ദുആ. ആ ഈറ്റിടുമ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഗൊബ്ബറിടുമ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പൊ അല്ലാഹു നിന്റെ ഊണ് മറന്നിട്ടില്ല, കൃഷി ഈറ്റിടുമ്പോ മറന്നിട്ടില്ല, നിന്റെ റബ്ബടെ മറന്നിട്ടില്ല. 50 തേങ്ങ യാറെ മറത്തില് ഇത് ഈറ്റിടുമ്പോ എന്റെ മനസ്സിൽ ഈറ്റ് ഈക്കുരി തേങ്ങ തന്നെ ആര് തന്നെ അല്ല തന്നെ ഉണ്ടല്ലോ, ഈറ്റ് തന്നെ ഈറ്റല്ല. ഞങ്ങൾ ഏത് ആക്കിടെങ്കിലും ഹുദാക്കുമ്പ അല്ലാതെ പിടിക്കണം. അതുകൊണ്ടാണ് നീ വിധിക്കണോ, നിന്റെ മേല് വിധിക്കണോണില്ല. പളച്ചോണൊരു വിധി വിധിച്ചെങ്കിൽ അതിനപ്പുറം ഞങ്ങളെ വിധി എന്താ അല്ല വിധിക്കില്ല. പടച്ചോനെന്താ അവനും കൊടുത്തേ നക്കത് തന്നിട്ടില്ലേ, അവിടെ വിഷയം ചർച്ചയില്ലേ. അല്ല അവന് കൊടുത്ത നിക്ക് തന്നിട്ടില്ലേ, നീ ചർച്ചാക്കുത്തിയറ അൽഹംദുലില്ലാ അവന് നീ കൊടുത്തല്ലേ പടച്ചോന അൽഹംദുലില്ലാ. അപ്പൊ അല്ലാഹു ബേജാറാ വിളിച്ച ഓണ് കൊടുത്തിട്ടില്ല ബേജാറില്ല. അപ്പൊ അല്ലാഹ് وإنك تقضي ولا يقضى عليك ولا يذل من عليك ولا يعز من عاديت. ഇതെല്ലാം അർത്ഥം വെച്ചുകൊണ്ട് നിങ്ങൾക്ക് സുബീതൂൽ വിക്കുണ്ട്. അല്ലാഹു അല്ലാഹു സ്ഥാനം കൊടുത്തു. അൽഹംദുലില്ലാ നമ്മുടെ സയ്യിദ് സാദാത്ത് തങ്ങൾ അല്ലാഹു ഉയർത്തട്ടെ. ഇപ്പോ 68 പള്ളിയുടെ ഖാദിയായിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഉംറത്ത് പോയി അല്ലാഹു ഉംറ മഖ്ബൂലാക്കട്ടെ. പിന്നെ ഈ മക്കളടക്കം ഉംറത്ത് പോയി തങ്ങൾ സയ്യിദ് സാദാത്ത് തങ്ങൾ കൊടുത്ത ഖതീബ് ഉസ്താദ് അല്ലാഹു അവിടുത്തെ ഉംറ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അയാളെ മരുമോനായിട്ട് ഉണ്ട് ഞങ്ങൾ അഡ്വക്കേറ്റ് സഖാഫി ഉസ്താദ്, അഡ്വക്കേറ്റ് ആയിട്ട് വക്കീൽ ഉണ്ട്. ഞങ്ങൾ ദ്വാരക്കും സലാത്തും നേതൃത്വം വഹിക്കാൻ വന്നത് അൽഹംദുലില്ലാ. സഖാഫികൾ അഡ്വക്കേറ്റുമാരുള്ള ആർമിമാരുള്ള എത്ര വലിയ സ്ഥാനക്കാരുള്ള മനസ്സിലാക്കും. നേതൃത്വം വഹിക്കണേ സാദാത്ത് തങ്ങളെ മരുമോന് മുഈനുദ്ദീൻ സഖാഫി അഡ്വക്കേറ്റ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. ഇവിടുത്തെ മുദരിസ് ഉസ്താദുള്ള ആഫിയത്ത് നൽകട്ടെ, ഇവിടുത്തെ കമ്മിറ്റിക്കാർക്കുള്ള ആഫിയത്ത് നൽകട്ടെ, തായത്തങ്ങുള്ള ആഫിയത്ത് നൽകട്ടെ, പെണ്ണുങ്ങുള്ള ആഫിയത്ത് നൽകട്ടെ. സഹോദരന്മാരെ കുപ്പറ്റി അൽഹംദുലില്ലാ കാണുമ്പോൾ വാരിയൊരു ഖുശി റാഹത്താവും. മുതഅല്ലിമീങ്ങളും ദർസും പ്രവർത്തനം പള്ളിയും പരിസരം കാണുമ്പോൾ വാരി വാരി ഖുശിയോട് കൂടെ നമുക്ക് ബഹുമാനപ്പെടുന്ന തങ്ങൾ നേതൃത്വം വെച്ചുകൊണ്ടുണ്ട്. അല്ലാഹു ഖിയാമത്ത് വരെ അല്ലാഹു നിലനിർത്തി തരട്ടെ. തങ്ങന്മാർ അങ്ങ് വലിയ സ്ഥാനമുള്ള ആൾക്കാരായിട്ട് ഞങ്ങളെ പോലെയുള്ള സാദാത്ത് ചെന്നെങ്കിൽ തങ്ങന്മാർ ചെന്നെങ്കിൽ അങ്ങ് 6, ആലിമീങ്ങ ചെന്നെങ്കിൽ 6, മുതഅല്ലിമീങ്ങ ചെന്നെങ്കിൽ 6. അത് ഞങ്ങൾ മനസ്സിലാക്കും. ഒരു മുദരിസ്, ഒരു ഖതീബ്, ഒരു മുഅല്ലിം, ഒരു മുഅദ്ദിൻ ഞങ്ങൾ ബാങ്കുൾക്കുടെ മുക്കരിക്കായ നിങ്ങൾ സാധാരണ ആളല്ല. അത് ഞങ്ങളെ പള്ളി അരിക്കലെ മുക്കരിക്കല്ലേ, മുക്കരിക്ക പള്ളി അറ്റിരാറല്ലേ, ക്ലീനാക്കിരാറല്ലേ. നിസ്സാര ബിസിയല്ല. 12 കൊല്ലം ബാങ്ക് ജോലി നടത്തിയാൽ സ്വർഗം മുജൂബ നിന്ന് താഹ റസൂലിനാൽ. 15 വർഷം അല്ലാഹുവിന്റെ വജീഹ് മനസ്സിലാക്കി നിങ്ങൾ ശമ്പളം വിചാരിച്ചിട്ടല്ല. നിങ്ങളുടെ ശമ്പളം മത്തി കൊണ്ടുപോകുമയ്യ. നിങ്ങൾ മാഞ്ചി അഞ്ചലെല്ലാം കൊണ്ടുപോകുമ്പോ ഉസ്താദ്ക്ക് മത്തി കൊണ്ടുപോകേണ്ടതേ കഷ്ടം. ഇപ്പൊ എങ്ങനെയും കഷ്ടമേ 300 രൂപയ്ക്ക്. അൽഹംദുലില്ലാ കുപ്പട്ടിയിൽ നല്ല ഉസ്താദുമാരുള്ള സദുർമാരും മുഅല്ലിമീങ്ങളും കായത്തിൽ എത്ര ഉസ്താദ്മാർ സഖാഫിയല്ല വൈസ് പ്രസിഡന്റ്. 10 അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ.
പ്രസിഡന്റും വൈസ് പ്രസിഡന്റും എല്ലാം നല്ല നല്ല ഉഷാറായിട്ട് കമ്മിറ്റികളിൽ അത് കാരണമായിട്ട് റായത്തിൽ ഉലമാക്കളും ഉമറാക്കളും യോജിച്ചെങ്കിൽ ഇൻഷാ അല്ലാഹ് അവിടെ നഷ്ടം വേണ്ടില്ല, കഷ്ടം വേണം. ഉമറ അപ്പുറ വലിക്കുമ്പോ ഉലമ ഇപ്പുറ വലിച്ചെങ്കിൽ പോയി അൽ ഉലമാ വൽ ഉമറ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നൽ ഈ ദുനിയാവ് നിലനിൽക്കണമേ 4 കാര്യത്തിൽ. രണ്ട് വിഷയം മാറും തമ്മില്ല. ഇത്ര ചെറിയ സമയത്ത് ചെമ്പാവില്ല. ഖിയാമത്ത് ദുനിയ ബിഅർബഅത്തി അഷ്യാ بعلم العلماء وبعدل الأمراء وبسخاوة الأغنياء وبدعوة الفقراء. ആലിമീങ്ങളിൽ മുജല്ലണോ ആലിമല്ലാത്തവണ് വന്നിട്ട് ഇവിടെ വാദം ചെയ്യുന്നവാ നേരത്തെ വേണ്ടാവാ എന്താ അത് ചിർക്കാവാ കുതുബിയത്ത് വേണ്ട അതെന്തിന് ചിമ്മൽ പിരിക്കല്ല വാവാ എന്തെല്ല മൗലൂദ് അത് വേണ്ടവാ ജാഹിലിന്റെ പ്രസംഗത്ത് ആലിമ സുബ്ഹാനല്ലാഹ് കുതുബിയത്ത് എന്തിക്ക് സലാത്ത് എന്തിക്ക് ദിക്ർ റാത്തീബ് എന്തിക്ക് സുബ്ഹാനല്ലാഹ് ഞങ്ങളെ മനസ്സ് ശുദ്ധിയാവൂ അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ് ഞങ്ങളെ മനസ്സിന് സമാധാന വേണ ശാന്തി വേണ ഞങ്ങളെ മനസ്സ് ക്ലിയർ ആവണ ചൊല്ലൊരു ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലൊരു ലാ എന്തൊരു ദിക്ർ ഇത് അഫ്ളലു ദിക്ർ നിന്റെ ലോകത്തിലുള്ള എല്ലാത്തെ തൂക്കിയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലൊരു ദിക്ർ ഒരു ത്രാസിൽ വെച്ചെങ്കിൽ അത് ദിനാവുണ്ട് ശബീഉൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി മൂസാ നബി അള്ളാഹുവിനോട്ട് കേൾത്തുകൊള്ളാം അല്ലാഹ് നക്കൊരു ദിക്ർ നീ ചൊല്ലണം. അപ്പൊ അല്ലാഹ് ചൊല്ലു ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലു അത് എല്ലാവരും ചൊല്ലേതല്ലേ അല്ലാഹ്. അപ്പൊ അല്ലാഹ് ചൊല്ലുന്നതിലൊന്നും എനിക്ക് പിടിയില്ല, അതിന് മഹത്വം കൊന്തി ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ല ദിക്റിനെ ഒരു ത്രാസിൽ വെച്ച് ലോകത്തിലുള്ള എല്ലാ വസ്തുക്കളെയും ഒരു ത്രാസിൽ വെച്ചെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ദിനാവുണ്ട് ഖാലല്ലാഹു അസ്സ വജല്ല. അത്രയും ദിക്ർ മഹത്വം ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതെപ്പോഴും ഞങ്ങളെ മനസ്സിൽ വേണം. നാളെ മരിക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിട്ട് മരിക്കും. അല്ലാഹു തൗഫീഖ് നൽകുമാറാണ്. മുഅ്മിനീങ്ങളെ അതുകൊണ്ട് ദിക്ർ എന്തിട്ട് കേട്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണോ. നിസ്കാരത്തിൽ പിന്നെ ഒരു 100 ദിക്റുണ്ട്. ആ ദിക്ർ ഞങ്ങൾ ചൊല്ലാണ്ട് എനിക്കൊക്കെ തീരാ സഫൂടെ ആ നിസ്കാരത്തെ സഫൂൽ വെച്ചിട്ട് ബഹുമാനപ്പെട്ട ഉസ്താദ് സുബ്ഹാനല്ലാഹ് ഒരു 33 അൽഹംദുലില്ലാഹ് ഒരു 33 അല്ലാഹു അക്ബർ ഒരു 33 ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. 100 തസ്ബീഹ് അത് വലിയ പ്രതിഫലമുള്ള തസ്ബീഹ്. അത് ഡയറക്റ്റ് ഇജാദത്ത് കിട്ടിയത് റസൂലുള്ളാഹിന്റെ റസൂൽ നമുക്ക് തന്ന ഇജാദത്തായിട്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോക മുഅ്മിനീങ്ങൾക്കും ലോക മുസ്ലിമീങ്ങൾക്കും ഇജാദത്ത് തന്ന ഒരു ദിക്റായിട്ട് കിട്ടി ഈ 100 ദിക്ർ. അത് പോടോ തീരുവാ അത് ചൊല്ലാണ്ട് എനിക്കോ തീര സഫ്ഫുടെ ഇത് നിസ്കരിച്ച പത്ത് സഫ്ഫുടെ പേരോവായ തീര അതേ സഫ്ഫുൽ തെച്ചിട്ട് ഈ ദിക്റും ചൊന്നിട്ട് തഹ്ലീൽ ചൊന്നിട്ട് വാ ഉസ്താദ് ദുആറക്കല് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് ചെന്നിട്ട് പിന്നെ ദിക്ർ ഒരുപാട് റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയ്നിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. അതെപ്പോഴും ഞങ്ങൾ ദുആർക്കും എല്ലാ നിസ്കാരത്തിലും അല്ലാത്ത സമയത്തും ദുആ നിസ്കരിച്ചിട്ടും തഹജ്ജുദ് നിസ്കരിച്ചിട്ടും സലാത്തുൽ അവ്വാബി നിസ്കരിച്ചിട്ടും നിസ്കാരക്കായി ഫർള് നിസ്കാരം മാത്രം 5 വക്ത് നിസ്കാരം മാത്രം സുന്നത്ത് എത്ര ഉണ്ട് ദുആ ഉണ്ട് 60 ചില്ലാറും കെണിപ്പുകൾ ഞങ്ങളെ 60 ചില്ലാറ് ശരീരത്തിൽ കെൺഫുണ്ട്. അത് തസ്ബീഹ് ചെന്ന പ്രതിഫലം കിട്ടണോ ദുഹാന്റെ 2 റക്അത്ത് നിസ്കാരം അയ്യാവൂട്ട് മുഹമ്മദുർ റസൂലുള്ളാഹി
സൂര്യൻ ഉദിച്ചിട്ട് ഒരു കുന്തത്തെ കതിർ പോയാൽ ചന്ദ്രക്കകത്ത് നിസ്കരി നിന്റെ 600 ചില്ലാതെ കെണിപ്പുണ്ടല്ലേ തസ്ബീഹ് ഞാൻ കൂലിയുണ്ടോ അല്ലാഹു സുബ്ഹാനഹു വ തൗഫീഖ് ദുഹാ നിസ്കാരം അത് ദുഹാ നിസ്കരിച്ച ഒരു വറക്കുണ്ട് ഖൈറൂലത്ത് ചൊല്ലുന്ന ഒരു വറക്ക് അത് ഏറ്റവും വലിയ ഖൈറായ വറക്കായിരുന്നു 10 മിനിറ്റ് ഉറങ്ങി മയ്യോ നിന്റെ ശരീരത്തിൽ കിട്ടുന്ന ആരോഗ്യം അതേപോലത്തെ ആരോഗ്യം വേറെ ടൈം കിട്ടിയെങ്കിൽ ആ ദുഹാ നിസ്കരിച്ചിട്ട് ഒരു 10 മിനിറ്റ് ഖൈറൂലത്ത് വറക്ക് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട് ഖൈലൂലത്തുൻ ഫൈലൂലത്തുൻ ഹൈലൂല വറങ്ങോ തീരാത്ത വറക്കുണ്ട് വറക്കും ചെന്ന് പലജാതി വറക്കുണ്ട് ഉച്ച നേരം നടുവെത്തുമത്ത് വറങ്ങുന്നത് പാടുന്നു അസൽ പിന്നെ വറങ്ങോ തീര അസൽ പിന്നെ വറക്ക് പതിവാക്കി ചിലപ്പോൾ ജുനൂന് ഭ്രാന്തുണ്ടാവും അല്ലാഹു കാക്കട്ടെ ചിലർ അസൽ പിന്നെ വറങ്ങാനുണ്ട് അത് പതിവാക്കുക അതുകൊണ്ട് അതൊരു വിഷയത്തിൽ നാം പോണില്ല അപ്പൊ അതുകൊണ്ട് ഞങ്ങളെ വായത്തിൽ അദ്ദാദുണ്ട് ഇവിടെ പള്ളിയിൽ അദ്ദാദില്ല ഉണ്ട് ആർക്ക് ഞങ്ങൾക്ക് വെച്ചതായിട്ട് ഞങ്ങൾ ആപത്ത് മുസീബത്ത് തട്ടക്ക് മാത്രമല്ല ഈമാനോട് കൂടെ മരിക്കണോ അദ്ദാദ് പതിവാക്കണോ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ അതുകൊണ്ട് മുഅ്മിനീങ്ങളെ ഞാൻ യാറെ ചെല്ലല്ല ബാങ്ക് കൊടുക്കലോട് കൂടെ ഞാൻ നിപ്പാട്ടെ ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ ബാങ്ക് കൊടുത്തവർക്ക് ഒരു ചെറിയ ദുആ നടത്താം ബഹുമാനപ്പെട്ട സ്വലാത്ത്